അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, ആഗോള അയ്യപ്പ സംഗമം നടത്താൻ കാണിച്ച ശുഷ്കാന്തി ഇപ്പോൾ ഈ തീർത്ഥാടനം പടിവാതിക്ക് എത്തി നിൽക്കെ മണ്ഡല മകരവിളക്ക് മഹോത്സവം അത് തുടങ്ങാൻ ഇനി 9 ദിവസം മാത്രമേ ശേഷിക്കുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ മുന്നൊരുക്കത്തിൽ കാണിക്കുന്നില്ല എന്നുള്ള യാതൊരു ഉത്സാഹവും ഇല്ല. മാത്രമല്ല കുത്തഴിഞ്ഞ് കിടക്കുകയാണ്. ഇന്ന് ദേവസ്വം മന്ത്രി VN വാസവനോട് ജനം TV-യുടെ ലൈവ് തോണിൽ പങ്കെടുക്കാൻ ഞങ്ങൾ താണുകേണ് അപേക്ഷിച്ചു. താങ്കൾ ഒന്ന് പ്രതികരിക്കൂ. ഞങ്ങൾ ഈ വിവാദങ്ങളിൽ പ്രതികരണമല്ല തേടിയത്. അതായത് ഭക്തർക്ക് അറിയണം, ഭക്തകോടികൾക്കറിയണം ഞങ്ങൾ ഇക്കുറി ഈ മണ്ഡലകാലത്ത് ശബരിമലയിൽ വരുമ്പോൾ എന്തൊക്കെ സൗകര്യങ്ങളാണ് ഞങ്ങൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതറിയാനുള്ള അവകാശം അവർക്കില്ലേ? അപ്പോൾ അക്കാര്യത്തിൽ എന്തൊക്കെ തീരുമാനങ്ങൾ എടുത്തു, ഇത് സുഗമമായി നടത്തിക്കൊണ്ടുപോകാൻ എന്തൊക്കെ തീരുമാനങ്ങൾ എടുത്തു എന്നൊന്ന് താങ്കൾ ഒന്ന് മൊഴിയൂ എന്ന് ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും ദേവസ്വം മന്ത്രിക്ക് അതിന് സമയമേ ഇല്ല. അദ്ദേഹം ഏറ്റുമാനൂരിൽ നിന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് AKG സെൻറ്ററിൽ വന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം കഴിഞ്ഞു. അദ്ദേഹം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം കഴിഞ്ഞ ശേഷം തിരിച്ച് അദ്ദേഹത്തിൻ്റെ മണ്ഡലമായ ഏറ്റുമാനൂരിലേക്ക് പോയിരിക്കുകയാണ്. ഇതാണ് ഇവരുടെ സമീപനം. അലംഭാവം, കടുത്ത അലംഭാവം. ഇതൊരു കാരണവശാലും നന്നായി നടക്കരുത്, നല്ല രീതിയിൽ നടക്കരുത് എന്ന ഉറച്ച തീരുമാനം. അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത്? അല്ല, ശബരിമലയോട് ഇടതുപക്ഷ രാഷ്ട്രീയം അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ഓരോ വർഷവും നമുക്ക് എടുത്താൽ കൃത്യമായിട്ട് അറിയാലോ, ശബരിമലയോട് ഇവർ കാണിക്കുന്ന നീതികേട് എന്ന് പറയപ്പെടുന്നത്, ആദ്യം ഇവർ ശ്രമിച്ചത് എന്താണ്? ശബരിമലയുടെ പവിത്രതയ്ക്ക് ദോഷം വരുന്ന രീതിയിൽ ആചാര ലംഘനം നടത്താനുള്ള പ്രവർത്തനങ്ങൾക്ക് ഒന്നാം നമ്പറുമായിട്ട് അവർ കൂട്ടുനിന്നു. 2, ആ പ്രവർത്തനത്തിന് ആദ്യം ഇവർക്ക് കാര്യങ്ങൾ നടക്കാതെ വന്ന സമയത്ത് 2ാം തവണ അവർ കൃത്യമായിട്ടുള്ള ഗൂഢലക്ഷ്യത്തോടുകൂടി ഉപയോഗിച്ച് അതിനു വേണ്ടുന്ന ഇതിന് എതിരായി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗത്തെ കൈകാര്യം ചെയ്തുകൊണ്ട് അവർ കൃത്യമായിട്ട് ആ പരിപാടി നടത്താനുള്ള ശ്രമം നടത്തി. ആചാര ലംഘനം നടത്തിയതിൻ്റെ പേരിൽ ഇവർ ആഘോഷം നടത്തി. എന്തിൻ്റെ പേരിൽ? ആചാര ലംഘനം നടത്തി ഹിന്ദു വിശ്വാസികളെ, ശബരിമല ഭക്തരുടെ നെഞ്ചത്തേക്ക് ഇവർ ഇങ്ങനെ ചുടുവെള്ളം ഒഴിച്ച് പൊള്ളിച്ചതിന് ശേഷം അതിൻ്റെ ആഘോഷമൊരുക്കി. ഒപ്പം തന്നെ ഇത് നവോത്ഥാന ശൈലിയാണ്, ഇത് ഞങ്ങളുടെ തീരുമാനമാണെന്ന അടിസ്ഥാനത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇവർ ചങ്ങല കെട്ടി. ആ രാഷ്ട്രീയം കഴിഞ്ഞതിന് ശേഷം അത് ഇവർക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള തിരിച്ചടി ഉണ്ടാകും. വിശ്വാസി സമൂഹം ഇവരെ പരിപൂർണമായി ഒറ്റപ്പെടുത്തുന്നു എന്ന് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അതെപ്പോൾ ലോക്സഭ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിനുശേഷം ഇവരുടെ നിലപാട് യൂട്ടേൺ അടിക്കുന്നു. യൂട്ടേൺ അടിച്ചിട്ട് ഇവർ ശബരിമലയുടെ അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾ കാര്യങ്ങളൊക്കെ പിടിച്ചടക്കാനുള്ള ശ്രമം നടത്തുന്നു. അവിടെ വിശ്വാസികളുടെ അടക്കമുള്ള വിശ്വാസം നേടാനുള്ള ഒരു സമീപനം ഉണ്ടാകുന്നു. അതിനുശേഷം ഇവർ ചെയ്ത പ്രവൃത്തി എന്താണ്? ഇവർ അയ്യപ്പ സംഗമത്തിൻ്റെ പേരിൽ ഒരു രാഷ്ട്രീയം ഉണ്ടാകുന്നു. ആ അയ്യപ്പ സംഗമം നടത്താൻ തിരുവിതാംകൂർ ദേവസ്വത്തിൻ്റെ വികസന പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടിയാണെന്നൊരു വ്യാജ വാർത്തയുണ്ട്, ഒരു വ്യാജ പ്രചരണം ഉണ്ടാക്കുന്നു. ആ വ്യാജ പ്രചരണത്തിന് പ്രശാന്തനെ മുന്നിൽ നിർത്തുന്നു. പ്രശാന്തിന് ഒരു വികസനവും ആണെന്നില്ല. അയാൾ ഇവിടെ പ്രസിഡൻ്റായി വന്നതിന് ശേഷം എന്ത് വികസനം നടത്തിയത്? ഓൻ്റെ ആളുകളും കൂടി ഇരുന്നിട്ട് നടത്തിയ വികസനത്തിൻ്റെ കേളികളാണല്ലോ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ പ്രശാന്തും അതിന് മുൻപുള്ള ആളുകളും, അതായത് പത്മകുമാർ ആയിക്കോട്ടെ, വാസു ആയിക്കോട്ടെ, പ്രശാന്ത് ആയിക്കോട്ടെ, അതിൻ്റെ മുമ്പെയുള്ള ആളുകൾ 10-30 കൊല്ലമായിട്ട് നമ്മൾ ഇടതുപക്ഷവും കോൺഗ്രസും ഒട്ടും പുറകിലല്ല. ഞാൻ ചോദിച്ചട്ടെ, ഇടതുപക്ഷം 9.5 കൊല്ലം ഉണ്ടായിരുന്നു, ഇപ്പോൾ 9.5 കൊല്ലം കഴിഞ്ഞു. 9.5 കൊല്ലത്തിന് മുൻപ് ഉമ്മൻചാണ്ടി സർക്കാർ ഉണ്ടായിരുന്നില്ലേ? അതിന് മുൻപ് VS അച്യുതാനന്ദൻ സർക്കാർ ഉണ്ടായിരുന്നില്ലേ? അതിന് മുൻപ് AK ആൻ്റണി, ഉമ്മൻചാണ്ടിയും അടക്കമുള്ള സർക്കാർ ഉണ്ടായിരുന്നില്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇന്നും പ്രളയത്തിൽ നഷ്ടപ്പെട്ട, പ്രയാസം അനുഭവിച്ച നടപ്പന്തലിൻ്റെ പ്രവർത്തനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ, പമ്പ നദിയുടെ പ്രശ്നങ്ങൾ, മലമൂത്ര വിസർജനത്തിന് പോലും സൗകര്യമൊരുക്കാത്ത പ്രവർത്തനങ്ങൾ 1 വർഷമോ 5 വർഷമോ 8 വർഷമോ 10 വർഷമോ ആയിട്ടുള്ളതല്ല. പകരം 10-30 വർഷക്കാലമായി ശബരിമലയോട് കാണിക്കുന്ന നീതികേടിൻ്റെ നേർചിത്രങ്ങളാണിതൊക്കെ. ഒരു ഭക്തൻ ഒരു ബസ് വിളിച്ച് അല്ലെങ്കിൽ ഒരു കാറ് വിളിച്ച് ഒരു 4-5 പേരും കൂടിയിട്ട്, അല്ലെങ്കിൽ 5-10 പേര്, അങ്ങനെയാണല്ലോ നമ്മൾ ശബരിമലയ്ക്ക് പോവുക. നാട്ടിൽ 10 പേരൊക്കെ കൂടി എല്ലാ അമ്പലങ്ങളിലും തൊഴുത് അങ്ങനെ വന്ന് നിലയ്ക്കലിൽ വന്ന് അവിടെ നിന്ന് KSRTC നടത്തുന്നത് എന്താണ്? അവിടെ തുടങ്ങുക ഈ കൊള്ള. എരുമേലിയിലെ പാർക്കിംഗ് ഫീസ് തുടക്കം ഇവരുടെ കൊള്ള തുടങ്ങുകയും, അത് കഴിഞ്ഞാൽ നിലയ്ക്കൽ വന്നു കഴിഞ്ഞാൽ അടുത്ത കൊള്ള തുടങ്ങുകയും, അത് കഴിഞ്ഞ് നമ്മൾ പമ്പയിലെത്തിക്കഴിഞ്ഞാൽ പമ്പയിൽ നിന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ കാലൊന്നും നിലത്ത് വെക്കാൻ പറ്റും. എത്ര 10-41 ദിവസം വ്രതമെടുത്ത് ശരണം പിടിച്ച് അമ്പലങ്ങളിൽ പോയി മനസ്സ് ശുദ്ധിയായി, ശരീരം ശുദ്ധിയായി, നമ്മുടെ മനസ്സിനകത്ത് ഒരു വലിയ വ്രതത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പരിപൂർണമായി ശബരിമലയിലേക്ക് കെട്ട് നിറച്ച് മാലയിട്ട് വസ്ത്രം മാറി നമ്മൾ ശബരിമല
ശബരിമലയിലേക്ക് കറുപ്പെടുത്ത് ആ ഭക്തർ, ആ വിശ്വാസമുള്ള ആളുകൾ അവിടെ ചെല്ലുന്ന സമയത്ത് ഇവരുടെ പിഴിയാണ് സാമ്പത്തികപരമായിട്ട് നിലയ്ക്കിൽ നിന്ന് എരുമേലിയിൽ പാർക്കിംഗ് ഫീസ് അടക്കമുള്ള കാര്യങ്ങളിൽ നിന്ന് ഇവരുടെ പിഴിച്ചിൽ തുടങ്ങുകയായി. പമ്പയിലൊന്ന് കാലെടുത്ത് വെക്കാൻ പറ്റും അത്ര ജനത്തിരക്കുള്ളൊരു സ്ഥലത്ത് അടിസ്ഥാന സൗകര്യ വികസനം വേണമെന്ന ബോധമുള്ള ഒരുത്തൻ പോലും ഈ കേരളത്തിൻ്റെ മന്ത്രിസഭയിലില്ല എന്നാണോ നമ്മൾ വിശ്വസിക്കേണ്ടത്? അത് കഴിഞ്ഞ് പമ്പ ഗണപതി ആയിക്കോട്ടെ, ഗണപതി കോവിൽ തൊഴുത് നമ്മൾ മുകളിലേക്ക് കയറുന്ന ഓരോ സ്റ്റെപ്പുകളിലും പ്രതിസന്ധികളല്ലേ, പ്രയാസങ്ങളല്ലേ. ഒന്ന് വൃത്തിയും വെടുപ്പായിട്ട് അവർ കാര്യങ്ങൾ ചെയ്യുമോ? കുറേ ക്ലോറിൻ പൗഡി ഇടലല്ലല്ലോ ഇതിൻ്റെ വൃത്തിയും വെടുപ്പുണ്ടാക്കുക എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മളൊരു കാര്യം, അയ്യപ്പ സേവാ സംഘം അവിടെ കൃത്യമായി കാര്യങ്ങൾ ചെയ്തിരുന്നതാണ്. എന്തുകൊണ്ടാണ് അവരെ അവിടെ നിന്ന് മാറ്റിയത്? എന്തായിരുന്നു അവരവിടെ വൃത്തിയും വെടുപ്പായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് തീരുമാനമെടുത്തത്? കച്ചവടക്കാർ, അത് നമ്മൾ അടുത്തൊരു വലിയൊരു മാഫിയാണ് ശ്രീ അനിൽ നമ്പ്യാർ. നിങ്ങൾ മനസ്സിലാക്കണം, അവിടെ നാരങ്ങ വെള്ളം കൊടുക്കുന്ന ആളുമായിക്കോട്ടെ, ജ്യൂസ് ഉണ്ടാക്കുന്ന ആളുമായിക്കോട്ടെ, തണ്ണിമത്തൻ കഷ്ണം മുറിച്ചിട്ട് പൗഡർ മറ്റേ ഈ മുളക് പൊടിയും ഉപ്പും ഇട്ട് കൊടുക്കുന്ന വിഭാഗങ്ങളായിക്കോട്ടെ, ഇത്യാദി ആളുകൾ അടക്കമുള്ള ആളുകളിൽ കൃത്യമായ കച്ചവട കണ്ണോടുകൂടി സർക്കാർ ലേലം വെച്ച് കൊടുത്തിരിക്കുകയാണെന്ന്. ആ കഷ്ടങ്ങൾ മുഴുവൻ ഒരു പ്രത്യേക ടീമിനെ സെറ്റ് ചെയ്തുകൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ലാഭം മാത്രം ആഗ്രഹിച്ച് ഇവർ നടപ്പിലാക്കി. അത് കഴിഞ്ഞു ഇന്ന് അവിടെ ചെന്ന് കഴിഞ്ഞാൽ, അവിടെ ചെന്ന് മുകളിൽ നടപ്പം സന്നിധാനത്തെത്തി നടപ്പന്തല്ലൊന്ന് നിന്ന് കഴിഞ്ഞാൽ ആ വരി നിൽക്കുന്നിടത്തോളം അടക്കമുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഒരു ഉപകാരം, ഒരു ഗുണം അല്ലെങ്കിൽ ഒരു അടിസ്ഥാന സൗകര്യം ഭക്തന്മാർക്ക് കിട്ടുന്നതായിട്ട് അനിൽ നമ്പ്യാറിന് അറിയാം. അവിടെ പോലീസിൻ്റെ ടേൺ ഉപയോഗിച്ച് ഇവർ കാര്യങ്ങൾ നടത്തും. ആ പോലീസുകാരുടെ പെരുമാറ്റം അനിൽകുമാർ പലപ്പോഴും കണ്ടിട്ടുണ്ടോ? പണ്ട് സീനിയർ പോലീസ് ഓഫീസറിൻ്റെ നേതൃത്വത്തിൽ സീനിയറായിട്ടുള്ള ആളുകളെ, ഈ വിശ്വാസങ്ങളെ ബഹുമാനിക്കുന്ന വിഭാഗത്തെ മാത്രമായിരുന്നു. അതൊരു അലിഖിതമായിട്ടൊരു ശൈലിയായിരുന്നു. പോലീസ് ഓഫീസർമാരെ നിയോഗിക്കുന്ന പോലും സെലക്റ്റീവായിട്ടായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഇതിന് എതിർപ്പുള്ളവരെ ആയാലും വേണ്ടില്ല, ഇതിന് വിരോധമുള്ളവരായാലും കൊണ്ടില്ല, ആ വ്രതമെടുത്ത് വിശ്വാസികളായി വരുന്ന ആളുകളെ തെറിവെടുക്കുന്നവരെയായാലും വേണ്ടില്ല, അങ്ങ് വെച്ച് അങ്ങ് അപ്പോയിന്റ് ചെയ്യുകയാണ്. ഉല്ലാസ് ബാബു, താങ്കൾ ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ്. നോക്കൂ, ഈ തൃശ്ശൂർ പൂരം കലക്കിയ ഉദ്യോഗസ്ഥൻ അങ്കിത് അശോകനെയാണ് ആദ്യഘട്ടത്തിൽ പമ്പയിൽ സുരക്ഷാ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല, സുജിത് ദാസ്, നമ്മുടെ മുൻ MLA അൻവർ ആരോപണം ഉന്നയിച്ചല്ലോ, ആ സുജിത് ദാസിനും സുരക്ഷാ ചുമതല നൽകിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഉദ്യോഗസ്ഥരെ എനിക്ക് തോന്നുന്നു അവരെ ബോധപൂർവം തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അല്ല, ഞാൻ അതിലേക്ക് വരാം. ഞാൻ ഈ കാര്യം ഒന്ന് കഴിഞ്ഞോട്ടെ. നമ്മൾ അങ്ങനെ അയ്യപ്പനെ തൊഴുത് പുറത്ത് കഴിഞ്ഞ് ആ നെയ്യഭിഷേകത്തിനൊന്ന് പോകാൻ അനിൽ നമ്പ്യാർ അവിടെ നിരവധി അവിടെ പോയിട്ടുള്ള ആളാണ്. നിങ്ങൾ നോക്കൂ, നിരവധി സ്ഥലത്ത് നമ്മൾ കെട്ടുവെച്ച് അവിടെ നെയ്ത്തേങ്ങ എടുത്ത് ഉടയ്ക്കാനിരിക്കുന്ന സമയത്ത് അവിടെ കാര്യങ്ങൾ, ഏതെങ്കിലും ഒരു സൗകര്യങ്ങൾ, ഒരു മുറിയോ അല്ലെങ്കിൽ ഒരു ഹോളോ ഇത്യാദി കാര്യങ്ങളോ, ഭക്തജനങ്ങൾക്ക് സൗകര്യപ്രദമായി കാര്യങ്ങൾ ചെയ്യുന്നൊരു പ്രവർത്തന ശൈലി, അതിനു വേണ്ടി കൃത്യവും വൃത്തിയുമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമൊന്നും അവിടെ പറയാമോ? നേരെ പന്തലുകൾ അവിടെ നിൽക്കുന്നുണ്ട്, ആ പന്തലിൽ നമ്മൾ കഷ്ടപ്പെട്ടിരിക്കുന്നുണ്ട് എന്നല്ലാതെ വൃത്തിയും വെടുപ്പായിട്ട് കാര്യങ്ങൾ കീപ്പ് ചെയ്യാനായിട്ട് ഇവർ, എന്നാൽ അത് സന്നദ്ധ സംഘടനകൾ അല്ലെങ്കിൽ പരിപൂർണമായിട്ട് സമർപ്പണത്തോടു കൂടി ചെയ്യുന്നൊരു വിഭാഗമുണ്ടായപ്പോൾ ആ വിഭാഗത്തെ പോലും രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരുടെ രാഷ്ട്രീയ കണ്ണിലൂടെ, അവർ സേവനമാണ് ചെയ്തത്, അവർക്ക് രാഷ്ട്രീയമില്ല, പക്ഷേ ഇവർ രാഷ്ട്രീയത്തിൻ്റെ കണ്ണിലൂടെ കണ്ട് അതും നിർത്തലാക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ശബരിമലയുടെ വിശ്വാസികൾക്ക് നേരെ ഇവർ കൃത്യമായിട്ടുള്ള അജണ്ട സെറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഇവർ ശബരിമല മാത്രമല്ല, ഏത് ക്ഷേത്രങ്ങളാണ് എങ്കിലും ആ ക്ഷേത്രങ്ങൾ തകരണമെന്നും ആ ക്ഷേത്രങ്ങൾക്ക് പോകുന്ന വിശ്വാസികൾ പരിപൂർണമായിട്ട് ഇനി പോകാതെയാക്കണമെന്നും വിശ്വാസങ്ങൾക്ക് നേരെയുള്ള കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കണമെന്നുമുള്ള ഇടതുപക്ഷത്തിൻ്റെ പ്രഖ്യാപിത നയവും, എന്നാൽ ഈ കാര്യങ്ങൾ വൃത്തിയും വെടുപ്പായിട്ട് ചെയ്യാൻ പ്രാപ്തിയില്ലാത്ത കോൺഗ്രസ് സർക്കാരിൻ്റെ ഒരു രാഷ്ട്രീയ തട്ടിപ്പുമാണ് ഇത്ര കാലമായിട്ട് കോൺഗ്രസും ഇടതുപക്ഷവും പരസ്പര സഹായ സഹകരണ മുന്നണിയെ നടപ്പിലാക്കിക്കൊണ്ടിരുന്നത്. നോക്കൂ, പോലീസ് ഓഫീസർമാരുടെ കാര്യത്തിൽ ഇപ്പോൾ ആർക്കാണ് ചാർജ് കൊടുത്തിരിക്കുന്നത്? ആ ചാർജ് കൊടുത്ത വ്യക്തിയുടെ കേമത്തരങ്ങളൊക്കെ ഇതിനു മുൻപ് എത്ര ദിവസങ്ങളായിട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ വായിച്ചെടുക്കേണ്ടത് എന്താണ്? ഇതൊക്കെ കൃത്യമായിട്ട് അണിയറയിൽ നീക്കം നടത്തിക്കൊണ്ട് രാഷ്ട്രീയപരമായിട്ട് അവരുടെ അജണ്ട നടപ്പിലാക്കാൻ, വിശ്വാസി സമൂഹത്തെ ഉപദ്രവിക്കാൻ, അവരുടെ വിശ്വാസത്തെയും ആചാരാനുഷ്ഠാനങ്ങളെയും ഭാവിയിൽ നിർത്തിക്കുന്നതിന് വേണ്ടിയുള്ള കൃത്യമായിട്ടൊരു അജണ്ടയായിട്ട് തന്നെ നമ്മൾ കാണേണ്ടതുണ്ട്. ശബരിമലയെ സംബന്ധിച്ച് ദേവസ്വം ബോർഡിന് ഇപ്പോഴാണ് സീസൺ തുടങ്ങുമെന്ന് ഇവർക്ക് അറിവുണ്ടായിട്ടുള്ളൂ. വൃശ്ചികം 1
എത്ര വർഷമായിട്ട് നമ്മളെ ഓർമ്മ വെക്കുന്ന കാലം മുതൽ നമുക്കറിയാം വൃശ്ചികം 1 എന്ന് പറയപ്പെടുന്നത് ഹിന്ദു വിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ ക്ഷേത്ര വിശ്വാസികളുടെ ദൈവവിശ്വാസികളുടെ മനസ്സിൽ അത് മണ്ഡലകാലം എന്നാണ് നമ്മൾ പറയുക. ആ മണ്ഡലകാലത്തിന് നമ്മൾ കൊടുക്കുന്ന പവിത്രത ഒന്ന് വേറെ തന്നെയാണ്. അത് ദേവസ്വം ബോർഡിന് അറിയാതെ ഒരു കൊല്ലമായിട്ട് ഇവർ പ്രവർത്തി നടത്തണമായിരുന്നില്ലേ? എന്തുകൊണ്ട് ഇപ്പോൾ അവിടെ കെട്ടിക്കഴിഞ്ഞിട്ടുണ്ടാവില്ല, അവിടെ കെട്ടുവള്ളിയും വെച്ച് അവിടെ നിൽക്കുന്നുണ്ടായിരിക്കും അവിടെ. അപ്പോൾ ഇവർക്ക് അവിടെ കച്ചവടം നടത്താനും അവിടെ വരുന്നവരുടെ ബിസിനസ് ചെയ്യാനും ഇനി അയ്യപ്പ സംഗമം നടത്തി എത്ര വികസന പദ്ധതികൾ ജനങ്ങൾ പ്രഖ്യാപിച്ചു, സർക്കാർ ജനങ്ങളോട് പറയണ്ടേ? ദേവസ്വം ബോർഡ് എത്ര രൂപ കൃത്യമായി എടുത്തു, സർക്കാർ ജനങ്ങളോട് പറയണ്ടേ? നമുക്കറിയാം കണക്ക് എത്ര എടുത്തു, കോടിക്കണക്കിന് ഉറുപ്പിക എടുത്തു. ഇനി ഡൊണേഷൻ വരുമ്പോൾ തിരിച്ചു കൊടുക്കും. നിങ്ങൾ ആരോട് അതൊക്കെ പറയുന്നത്? എന്ത് വികസനമാണ് നിങ്ങൾ അവിടെ നടത്തിയത്? അപ്പോൾ അയ്യപ്പ സംഗമത്തിന് സർക്കാർ എടുത്ത ആ താല്പര്യമെങ്കിലും ശബരിമല മണ്ഡലകാലത്ത് ഭക്തർ വന്ന് തൊഴുന്ന സമയത്ത് ആ താല്പര്യമെങ്കിലും ഇതിലെടുത്തിരുന്നെങ്കിൽ ഇവിടെ നല്ല പന്തലുയരുമായിരുന്നു. നല്ല ജർമ്മൻ പന്തൽ, ഇപ്പോൾ നിങ്ങളുടെ ഇതിൽ കാണുന്ന പോലെ ജർമ്മൻ പന്തലുകൾ നിരവധി ഒഴുകിയിരുമായിരുന്നു. ഫാനും മേസിയും ഒക്കെ ഉണ്ടാകുമായിരുന്നു. കൃത്യമായിട്ട് അടിസ്ഥാന സൗകര്യം, അത് പറയുമ്പോൾ വിഷമം തോന്നും. അവിടെ അയ്യപ്പന്മാർ ചെല്ലുന്ന സമയത്ത് അവർ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് അവർ അനുഭവിക്കുന്ന വേദന ചെറുതാണോ? അതൊക്കെ ചെയ്തു കൊടുക്കാൻ പ്രാപ്തിയില്ലാത്തൊരു സർക്കാർ, അതിന് പ്രാപ്തിയില്ലാത്ത ഒരു മന്ത്രി ആയതുകൊണ്ടാണല്ലോ നിങ്ങൾ ഓടിച്ചെന്ന സമയത്ത് ഞങ്ങൾ ഇന്നത് ചെയ്തു എന്നിവർ പറയാഞ്ഞത്. ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് പോറ്റിയെ പോലെയുള്ള ആളുകളെ പോറ്റാനാണ് അവർ തയ്യാറാകുന്നത്. അവർക്ക് പോറ്റിയാൽ അവരുടെ കുടുംബത്തെ പോറ്റാനുള്ള പോറ്റുകാശ് അവർക്ക് കിട്ടുമെന്നുള്ളത് കൊണ്ട് അവരുടെ കണ്ണ് എന്ന് പറയപ്പെടുന്നത് പോറ്റിമാരിലേക്കാണ്. അവരുടെ കണ്ണ് എന്ന് പറയപ്പെടുന്നത് കിലോ കണക്കിന് സ്വർണത്തെ എങ്ങനെ മാറ്റി ഗ്രാമ കണക്കിന് സ്വർണ്ണമാക്കി മാറ്റാം എന്നുള്ളതാണ്. അവരുടെ കണ്ണ് എന്ന് പറയപ്പെടുന്നത് ഭഗവാന്റെ വാതിലിലാണ്, ഭഗവാന്റെ കൊടിമരത്തിൻ്റെ ആലിലയിലാണ്, ഭഗവാന്റെ ദാരുശില്പങ്ങളിലാണ്, ഭഗവാന്റെ യോഗദണ്ഡിലാണ്, ഭഗവാന്റെ വിഗ്രഹത്തിൽ എവിടെയൊക്കെ സ്വർണ്ണങ്ങളുണ്ടോ ആ സ്വർണ്ണങ്ങൾ എങ്ങനെ ഉരുക്കിയെടുക്കാം, അതിൽ നിന്ന് എങ്ങനെ മാറ്റാം. കിലോ കണക്കിനുള്ള സ്വർണ്ണം കൊണ്ടുപോയി ഗ്രാമാക്കി കൊണ്ടുവന്നു വീണ്ടും ഊരിക്കൊണ്ടുപോയി വീണ്ടും ഫിറ്റ് ചെയ്ത് കൊണ്ടുവന്ന ഒരു തട്ടിപ്പിലേക്ക് മാത്രം കണ്ണു നട്ടിരിക്കുന്ന ദേവസ്വം ബോർഡിനെ വിശ്വസിച്ച് വീണ്ടും മണ്ഡലകാലങ്ങളെ കാണേണ്ടുന്നൊരവസ്ഥയിലേക്ക് കേരളത്തിലെ വിശ്വാസി സമൂഹം എത്തിയെങ്കിൽ അത് ഇടതുപക്ഷം 9.5 കൊല്ലമായിട്ട് കേരളത്തിൻ്റെ ഭഗവാൻ അയ്യപ്പ വിശ്വാസികളോട് ചെയ്യുന്ന നീതികേടാണ്, പരിപൂർണമായി തെറ്റാണ്. ഇടതുപക്ഷം ഈ വരും തെരഞ്ഞെടുപ്പുകളിലടക്കം ഈ വിശ്വാസികളുടെ ശക്തമാർന്ന പ്രതിഷേധം അത് തെരഞ്ഞെടുപ്പിലൂടെ വോട്ടിങ്ങിലൂടെ വിശ്വാസികൾ കാണിച്ചു കൊടുക്കും. കാരണം അവർക്ക് വിശ്വാസങ്ങൾക്ക് ദോഷമേൽപ്പിക്കുന്ന ഈ രാഷ്ട്രീയ നേതൃത്വത്തെ, ഈ സർക്കാരിനെ കൃത്യമായി കൈകാര്യം ചെയ്യാൻ കേരളത്തിലെ ജനങ്ങൾക്കറിയാം, വിശ്വാസികൾക്കറിയാം.